نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وعلى محمد سيدنا محمد അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം അല്ലാഹു പൊരുത്തപ്പെട്ട അമലായ അല്ലാഹു നമ്മളിൽ നിന്നും കബൂലാക്കട്ടെ. ഇങ്ങനെ ഒരു മനോഹരമായ ഒരു പരിപാടി ഇവിടെ നടന്ന് കാണാൻ ഇതിനു വേണ്ടി അധ്വാനിച്ച ഓടി നടന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്, സഹായിച്ച ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അർഹമായ പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഈ മനോഹരമായ 2 ദിവസത്തെ പരിപാടി എമ്മാടിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പരിപാടി ഖൈറായ നിലക്ക് വിജയിപ്പിച്ചു തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നതോടുകൂടി ഇൻഷാ അല്ലാഹ് ജനുവരി 9, 10, 11 തീയതികളിൽ ഈ നാടിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ മഹാനവറുകളുടെ പേരിലുള്ളവർ വർഷം തോറും നടത്തുന്ന ഉറൂസ് ഇൻഷാ അല്ലാഹ് നടക്കാനിരിക്കുകയാണ്. അപ്പൊ ആ ഉറൂസിന്റെ വിജയത്തിന് വേണ്ടിയും നിങ്ങളുടെയൊക്കെ അകമഴിഞ്ഞ പിന്തുണയും സഹായവും സഹകരണവും ഉണ്ടാകണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ കാലം അന്ത്യനാളിനോട് അടുത്തു നിൽക്കുന്ന ഒരു കാലമാണ്. അല്ലാഹുവിന്റെ അടിമകളായ സത്യവിശ്വാസികളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ജീവിക്കലും മരിക്കലും പരലോകത്ത് വിജയിക്കലും നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യമാണ്. നമ്മൾ അതിനു വേണ്ടി അധ്വാനിക്കേണ്ടവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പഠിച്ചത് തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഈ ദുനിയാവിൽ അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ചവരാരാണ് എന്ന് നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ഈ ദുനിയാവ് മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷണശാലയാണ്. ഈ ദുനിയാവ് നശ്വരമാണ്, പരലോകമാണ് ശാശ്വതമുള്ളത്. ഇതൊരു ചെറിയ സമയത്തേക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ വേണ്ടി വന്ന ആളുകളാണ് ഞങ്ങൾ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
ഈ ദുനിയാവിൽ ഞങ്ങൾ ജീവിക്കേണ്ട ഒരു രീതി വളരെ മനോഹരമായി നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്. കുൻ ഫി ദുനിയ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. ഓ മനുഷ്യ, നീ ദുനിയാവിൽ ജീവിക്കേണ്ടത് ഒരു വിദേശിയെ പോലെയാണ്. വിദേശി എപ്പോഴും സ്വദേശത്തിലേക്ക് വേണ്ടിയുള്ള അധ്വാനത്തിൽ ഏർപ്പെടുന്നവരാണ്. അവന്റെ ലക്ഷ്യം സ്വദേശത്തുള്ള സുഖജീവിതമാണ്. അല്ലെങ്കിൽ ഒരു വഴിവിട്ട് കിടക്കുന്നവനെ പോലെ, വഴി കിടക്കുന്ന ആൾ ഒരിക്കലും വഴിയുടെ മധ്യത്തിൽ തങ്ങൂല. പെട്ടെന്ന് റോഡിന്റെ അക്കരയിലേക്ക് എങ്ങനെയെങ്കിലും സുരക്ഷിതമായി എത്തിപ്പെടണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് ഈ ദുനിയാവിൽ ഞങ്ങൾ ജീവിക്കേണ്ടത് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. നിന്റെ ശരീരത്തെ നീ എപ്പോഴും എണ്ണേണ്ടത് ഖബറാളികളുടെ കൂട്ടത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പള്ളിയിലേക്ക് പോകുമ്പോൾ പള്ളിയുടെ ചുറ്റുവട്ടത്ത് പലരും ഇങ്ങനെ മൺമറഞ്ഞ് കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഖബർസ്ഥാനുകളിലേക്ക് പോയാൽ അവിടെ പലരും ഇങ്ങനെ മൺമറഞ്ഞ് കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ എപ്പോഴെങ്കിലും ഈ ഖബറാളികളുടെ കൂട്ടത്തിൽ ഇന്നോ നാളെയോ എന്റെയും ഖബർ ഇവിടെ വരുമെന്ന് നമ്മൾ ആലോചിക്കാറുണ്ടോ? വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. നിന്റെ ശരീരത്തെ നീ എപ്പോഴും ഖബറാളികളുടെ കൂട്ടത്തിൽ എണ്ണി വെക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. ഈ ദുനിയാവിൽ എത്ര വേണമെങ്കിലും സമ്പത്തുണ്ടാക്കാം, എത്ര വലിയ വീടുകൾ വേണമെങ്കിലും നിർമ്മിക്കാം, എത്ര വലിയ കച്ചവടങ്ങൾ വേണമെങ്കിലും ചെയ്യാം. എത്താൻ പറ്റുന്നതിന്റെ എത്രയും വലിയ ഉയരങ്ങളിലേക്ക് മനുഷ്യനിക്ക് ഈ ദുനിയാവിൽ ഉയരാം. പക്ഷേ ഒരു പരിധിക്കപ്പുറം അവന്റെ ചിന്തകൾ വളരെ വിട്ടുകൊടുക്കാൻ പാടില്ല. എത്ര വലിയ സമ്പന്നനായാലും, എത്ര വലിയ അധികാരം നേടിയാലും, എത്ര മനോഹരമായ വീടുകൾ നിർമ്മിച്ചാലും, എന്ത് തന്നെ ഈ ദുനിയാവിൽ നേടിയെടുത്താലും, നമ്മൾ ഒരു ദിവസം ഖബറിൽ കിടക്കേണ്ടവരാണ് എന്ന ചിന്ത ഒരിക്കലും മനുഷ്യനിക്ക് മറക്കാൻ പാടില്ല. കാരണം ഈ ദുനിയാവ് വളരെ ചുരുങ്ങിയ സമയത്തേക്ക് മാത്രം അനുവദിക്കപ്പെട്ടതാണ്. അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എന്റെ ഉമ്മത്തിന്റെ സരാസരി ആയുസ് 60-ന്റെയും 70-ന്റെയും ഇടയിലാണെന്ന് ഈ ഉമ്മത്തിലെ മനുഷ്യന്മാർക്ക് അല്ലാഹു അനുവദിച്ചു തരുന്ന ആയുസ് പരമാവധി ഒരു സരാസരി 60-ഉം 70-ന്റെയും ഇടയിലാണ്. ചിലർക്കതിൽ കൂടുതൽ കിട്ടിയേക്കാം. പക്ഷേ ആഖിർ സമാനിന്റെ കാലമാണ്. മനുഷ്യൻ പെട്ടെന്ന് മരിച്ചു പോകുന്ന കാലമാണ്. പണ്ടൊക്കെ വലിയ വലിയ രോഗങ്ങൾ ഒരു നാട്ടിൽ വളരെ അപൂർവമായി ആർക്കെങ്കിലും മാത്രമേ ഉണ്ടാകാറുള്ള വാർത്തകൾ കേൾക്കാറുള്ളൂ. പക്ഷേ ചെറിയ ചെറിയ കുട്ടികൾ പോലും, സ്കൂളുകളിലേക്ക് മദ്രസകളിലേക്ക് വരുന്ന കുട്ടികൾ പോലും പേര് കേൾക്കാൻ പേടിയാകുന്ന തരത്തിലുള്ള രോഗങ്ങൾ പിടിപെട്ട് മരിക്കുന്ന അവസ്ഥകൾ കാണുകയാണ്. ഫുജ്അത്തുൽ മൗത്ത്, പെട്ടെന്നുള്ള മരണം അന്ത്യനാളിന്റെ അടയാളമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ദഫ് മത്സരം നടക്കാനിരിക്കുകയാണ്. ഞങ്ങളത് ആസ്വദിക്കാനും കാണാനും കാത്തിരിക്കുന്ന മനുഷ്യന്മാരാണ്. പക്ഷേ സാന്ദർഭികമായി ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ എന്റെ സ്വന്തം നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്താനാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ ചെറിയ ആയുസ്സിൽ പരമാവധി അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയുക എന്നതാണ് ഞങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയും. ആഖിർ സമാനിന്റെ കാലമാണ്. തിന്മകൾ വല്ലാണ്ട് വർദ്ധിച്ചു വരുന്ന കാലമാണ്. തെറ്റുകൾ ചെയ്യാൻ വളരെയധികം സൗകര്യങ്ങൾ വർദ്ധിച്ചു വന്ന കാലമാണ്. ലോകം മുഴുവനും തെറ്റ് ചെയ്യുകയാണ്. അപ്പോ എല്ലാരും ചെയ്യുമ്പോ ഞാൻ മാത്രം ചെയ്താലെന്തേ എന്ന് മനുഷ്യന്മാർ ചിന്തിക്കുന്ന കാലമാണ്. ഒരു 10-20-30 കൊല്ലങ്ങൾക്ക് മുമ്പ് മനുഷ്യന്മാർ വലിയ മഹാദുരന്തമായി കണ്ടിരുന്ന എത്രയോ
തെറ്റുകൾ ഈ പുതിയ കാലത്ത് നിസ്സാരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തെറ്റുകൾ തിരുത്തേണ്ടവർ തന്നെ അമ്മാതിരി തോന്നിവാസങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. എന്തൊക്കെയാണോ നമ്മുടെ ഉമ്മമാറും ഉപ്പമാറും ഉപ്പാപ്പമാറും ഉമ്മാമ്മമാറും കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് പാടില്ല എന്ന് പറഞ്ഞു നടന്നിരുന്ന പലതും ഇന്ന് നമ്മുടെ വീട്ടിന്റെ ഉമ്മറപ്പടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാവരും ചെയ്യുമ്പോ ഞങ്ങൾ മാത്രം ചെയ്യാതിരുന്നാൽ മോശം എന്ന രീതിയിൽ തെറ്റ് ചെയ്യാതിരുന്നാൽ മോശമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു പുതിയ തലമുറയുടെ കാലം അല്ലേ? വിവാഹ സദ്യകൾ, ആഘോഷങ്ങൾ, ആഡംബരങ്ങൾ എല്ലാവരും ചെയ്യുമ്പോ ഞാൻ മാത്രം ചെയ്യാതിരുന്ന അതൊരു കുറവാകുമെന്ന് ചിന്തിക്കുന്ന, തിന്മകളെ നിസ്സാരമായി കാണുന്ന പുതിയ കാലമാണ് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ ഞങ്ങൾ ചിന്തിക്കണം. ഈ കാലത്താണ് ഈമാന് പിടിച്ചു വെക്കാൻ വലിയ പ്രയാസമുള്ളത്. അതുകൊണ്ടാണല്ലോ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അവസാന കാലഘട്ടം വരുമ്പോ ഞങ്ങൾ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅതി ഷഹീദ്. ഈ ഉമ്മത്ത് ഫസാദാകുന്ന കാലത്ത് എന്റെ സുന്നത്തിനെ ആരെങ്കിലും മുറുകെ പിടിക്കുകയാണെങ്കിൽ അവനിക്ക് 100 ഷഹീദിന്റെ പ്രതിഫലമുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു ഷഹീദിന്റെ പ്രതിഫലം തന്നെ എത്രയാണ്? അങ്ങനെ 100 ഷഹീദിന്റെ കൂലി കിട്ടണമെങ്കിൽ ചെറിയ ഈമാന് പോരാ. കൃത്യസമയത്ത് നിസ്കരിക്കാൻ ചെറിയ ഈമാന് പോരാ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെടുകയാണ്, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമലേതാണ് നബിയെ? ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കാം. വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. ഈ മജ്‌ലിസിൽ വന്നു പോകുമ്പോൾ എന്ത് പഠിച്ചു എന്ന് പറയാൻ ഈ ഹദീസ് നമ്മുടെ ഹൃദയത്തിൽ ഞങ്ങൾ കുത്തിവെക്കണം. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമലേതാണ്? എത്രയെത്ര അമലുകളുണ്ട്, എത്രയെത്ര സൽക്കർമ്മങ്ങളുണ്ട്. വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമലേതാണ് എന്ന് ചോദിക്കുമ്പോൾ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു, അസ്സലാത്തു അലാ വഖ്തിഹാ, നിസ്കാരം അതിന്റെ സമയത്ത് നിസ്കരിക്കലാണ്. തിരക്കുകൾ കൂടി വരുന്ന കാലമാണ്. ഒരുപാട് ദൂരയാത്രകൾ ചെയ്യുന്ന കാലമാണ്. ഒരുപാട് തിരക്കുകളിൽ മനുഷ്യന്മാർ മുഴുകിപ്പോകുന്ന കാലമാണ്. പക്ഷേ എന്ത് ചെയ്യുമ്പോഴും നിസ്കാരം അതിന്റെ സമയത്ത് നിസ്കരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമല അത് മാത്രമാണ്. ഒരുപക്ഷെ നിസ്കാരം കാരണമില്ലാതെ പിന്തിക്കുന്നത് അല്ലാഹുവിനിക്ക് ഏറ്റവും ദേഷ്യമുള്ള ഒരു കാര്യമായി മാറാൻ സാധ്യതയുണ്ട്. നിസ്കരിക്കുന്നത് ഇബ്ലീസിന് വലിയ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് അവൻ പലപ്പോഴും നമ്മളോട് വന്ന് പറയും, സമയമുണ്ട് പിന്നെയാവാം, സമയമുണ്ട് പിന്നെയാവാം, സമയമുണ്ട് പിന്നെയാകാം എന്ന് പറഞ്ഞ് ഇബ്ലീസ് ഞങ്ങളെ നിസ്കാരത്തിന്റെ സമയം തെറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ചും ഉമ്മമാർ, സഹോദരിമാർ, പെണ്ണുങ്ങൾ ശ്രദ്ധിക്കണം. വീട്ടുജോലിയുടെയും മറ്റും പലതും കാരണം പറഞ്ഞുകൊണ്ട് പലപ്പോഴും നിസ്കാരം സമയത്തെ തൊട്ട് പിന്തിക്കുന്നവരായിരിക്കാം. പെണ്ണുങ്ങൾ വലിയ പ്രയാസം സഹിക്കുന്നവരാണ്. ഒരുപാട് കഷ്ടപ്പാടുകൾ വീട്ടിൽ തരണം ചെയ്യുന്നവരാണ്. ഒരു കുടുംബത്തിന്റെ മുഴുവൻ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യുന്നവരാണ്. ഒരുപാട് വേദനകൾ, പ്രയാസങ്ങൾ പെണ്ണുങ്ങൾക്കുണ്ടാകാം. പക്ഷേ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും നമ്മൾക്കുണ്ടാകാൻ പാടില്ല.
അഹബ്ബുൽ അമലി ഇലല്ലാഹ്, അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമല് നിസ്കരിക്കലാണ്. അത് ഇനി മത്സരത്തിന്റെ പേരിലായാലും ആഘോഷങ്ങളുടെ പേരിലായാലും ഉറൂസിന്റെ പേരിലായാലും വീട്ടിൽ നടക്കുന്ന വിവാഹങ്ങളുടെ പേരിലായാലും എന്തിന്റെ പേരിലായാലും നിസ്കാരം സമയത്തിൽ നിന്ന് പിന്തിക്കുന്ന ഖളാ ചെയ്യുന്ന ഒരു പ്രവൃത്തി നമ്മളിൽ നിന്ന് മനഃപൂർവ്വം വന്നു പോകാൻ പാടില്ല. ഈ അടുത്ത് മഹാനായ തൊട്ടി ഉസ്താദ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു, അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാരാകട്ടെ. മഹാനവറുകളുടെ ഒരു ക്ലാസ് ശ്രദ്ധയിൽപ്പെട്ടു. ഒരാള് മനഃപൂർവ്വം നിസ്കാരം പിന്തിച്ചാൽ ഖളാക്കിയാൽ അവന് നരകത്തിൽ കിടക്കേണ്ട സമയം 6000 കൊല്ലമാണെന്നാണ് ഹദീസുകളുടെ വെളിച്ചത്തിൽ മഹാന്മാർ പറയുന്നത്. ഒരു വഖ്ത് നിസ്കാരം മനഃപൂർവ്വം ഖളാക്കിയാലുള്ള കാര്യമാണ്. നമ്മുടെ ചെറുപ്പക്കാർ, കോളേജുകളിലേക്കൊക്കെ പോകുന്ന ആൾക്കാർ, കളിക്കാനും ടൂർണമെന്റും മറ്റുമൊക്കെ പറഞ്ഞ് എവിടെയൊക്കെയോ സഞ്ചരിക്കുന്ന ചെറുപ്പക്കാർ പ്രത്യേകിച്ചും ഈ കാര്യം മനസ്സിലാക്കണം. സമയത്തെ തൊട്ട് നിസ്കാരം പിന്തിക്കൽ വലിയ പാപമാണ്. അത് എന്തിന്റെ പേരിലായാലും ഞങ്ങളത് വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ്. അത് കഴിഞ്ഞ് പിന്നെ ചോദിക്കുന്നു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, സുമ്മ അയ്യ്, അതൊക്കെ നിസ്കാരം സമയത്ത് നിസ്കരിക്കുക എന്നുള്ളത് അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമലാണ്. അത് കഴിഞ്ഞ പിന്നെ ഏതാണെന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് പറയുന്നു, ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കളോട് ഗുണം ചെയ്യലാണ്. ഇന്നലെ ഒരു വാർത്ത, ഇന്നലെ ഇന്നുമായി ഞങ്ങൾ കണ്ടൊരു വാർത്തയുണ്ട്. നമ്മുടെ ദക്ഷിണ കന്നഡ ജില്ലയിൽ തന്നെ ഒരു ഉമ്മാനെ പരസ്യമായി ചെറുപ്പെടുത്ത് തല്ലുന്ന ഒരു മകളുടെ വീഡിയോ വാർത്തകളിലൊക്കെ പ്രചരിച്ചു. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കളോട് ഗുണം ചെയ്യുക എന്നുള്ളത് അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടമുള്ള അമലാണ്. മാതാപിതാക്കളെ വെറുപ്പിക്കുന്നത് അല്ലാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ്. അടുത്തതായി പറഞ്ഞു, മൂന്നാമതൊരു കാര്യം കൂടി പറഞ്ഞു, പിന്നെ ഏതാണ് നബിയേ? ഇവിടുന്ന് പറഞ്ഞു, അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധമാണ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെയ്യാനുള്ള യുദ്ധം ജിഹാദുൻ നഫ്സ്, സ്വന്തം ശരീരത്തോടുള്ള ജിഹാദാണ്. നമ്മളെ ശരീരം ശരീരം പല തെറ്റുകളും ചെയ്യാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ഞങ്ങൾ ആ കെണിയിൽ വീണു പോകാൻ പാടില്ല. ശരീരത്തിനോട് ജിഹാദ് ചെയ്യാൻ പറ്റണം, നഫ്സിനോട് പോരാടാൻ കഴിയണം. നിസ്കാരത്തിന്റെ സമയത്ത് പിന്നെ നിസ്കരിക്കാന്ന് പറയുമ്പോ പറ്റൂല, എനിക്കിപ്പം തന്നെ നിസ്കരിക്കണം എന്ന് ശരീരത്തോട് പറയണം. തോന്നിവാസങ്ങൾ കണ്ട് സമയം കളയാൻ നമ്മുടെ ശരീരം പറയുമ്പോ ആ ശരീരത്തോട് പറയാൻ പറ്റണം, പറ്റൂല, ഇത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തതാണ്. അല്ലാഹു തന്ന കണ്ണ് എന്ന സമയം എന്ന വലിയ നിയമത്തിനോട് കാണിക്കുന്ന നന്ദികേട്, അതുകൊണ്ട് ഞാൻ ചെയ്യൂല. ഇങ്ങനെ ഓരോ തിന്മകൾ ചെയ്യാനും നമ്മുടെ ശരീരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതിനെതിരെ പോരാടുന്നതാണ് ജിഹാദ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. ഈ രീതിയിൽ നല്ലോണം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ആഖിർ സമാനാണ് ചെറുപ്പക്കാരെയൊക്കെ അല്ലാഹുവിന്റെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തുക എന്നുള്ളത് വലിയ ദൗത്യമാണ്. അത്തരത്തിൽ ഇങ്ങനെയുള്ള പരിപാടികൾ ഇതൊക്കെ ദീനിന്റെ ഭാഗമാണ്, പണ്ട് മുതലേ ഉള്ളതാണ്. മഹാന്മാരൊക്കെ പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു പൊരുത്തപ്പെട്ട രീതിയിൽ ഇത്തരം സംരംഭങ്ങൾ ഭംഗിയായി നടത്താൻ അല്ലാഹു നമ്മെ സഹായിക്കുമാരാകട്ടെ. ഒരുപാട് പേർക്ക് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മർച്ച പേർക്ക് അദ്ദേഹത്തിന്റെ കേരള മടിക്കേരിയിലെ ഹിദായത്തുള്ള എന്ന് പറയുന്ന ഒരാൾ 1000 രൂപ ഇവിടെ സംഭാവന നൽകി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അല്ലാഹു ആ സഹോദരന്റെ ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ. അതുപോലെ ഒരുപാട് ആളുകൾ ഇതിന്റെ ഭാരവാഹികൾ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. അവരൊക്കെ നല്ലോണം സഹായിച്ചിട്ടുണ്ട്, ഭക്ഷണത്തിന് വേണ്ടിയും സ്റ്റേജിന് വേണ്ടിയും മറ്റുമൊക്കെ. അവർക്കൊക്കെ അല്ലാഹു അർഹമായ പ്രതിഫലം 2 ലോകത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഒന്നുകൂടി നമ്മൾ ഉറൂസിന്റെ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ജനുവരി 9, 10, 11 വെള്ളി, ശനി, ഞായർ തീയതികളിൽ മഹാനായ സൈനുൽ ആബിദീൻ തങ്ങളുടെ നേതൃത്വത്തിൽ
നേതൃത്വത്തിൽ ഉറൂസ് നടക്കുകയാണ്. പ്രഗത്ഭന്മാരായ പ്രഭാഷകന്മാരൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ട്. ആ പരിപാടിയൊക്കെ നിങ്ങൾ വൻ വിജയമാക്കാൻ അതിനാവശ്യമുള്ള സഹായ സഹകരണങ്ങൾ ചെയ്യാൻ നിങ്ങൾ മുന്നിലുണ്ടാവണമെന്ന് വസിയത്തോടുകൂടി ഇൻഷാ അല്ലാഹ് അല്ലാഹു ഈ സംരംഭം കബൂലാക്കട്ടെ. എന്നിൽ അർപ്പിതമായ ദൗത്യം ഉദ്ഘാടനമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധമായ ഖുർആനിന്റെ വാക്യം ഉച്ചരിച്ചുകൊണ്ട് ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവരും അവസാനം വരെ നിന്ന് ദഫ് മത്സരം അതുപോലെ പ്രദർശനമൊക്കെ വീക്ഷിച്ചുകൊണ്ട് വിജയിപ്പിക്കണം. അതുപോലെ നാളെ ഇൻഷാ അല്ലാഹ് ഇന്ന് വന്നവരും വരണം, വരാത്തവരെയും കൂട്ടിയിട്ട് വരണം. നാളെ പ്രഗത്ഭ പ്രഭാഷകൻ മുനീർ ഹുദവി ഉസ്താദ് വിളയിൽ വളരെ ദൂരം മലപ്പുറത്തിൽ നിന്ന് ഇവിടെ വരികയാണ്. നല്ല വയലാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും നാളെ അവസാനം തബറുക്ക് വിതരണക്കുണ്ട്. എല്ലാവരും നമ്മൾ വന്നതുപോലെ വരാത്ത ആളുകളെയും കൂട്ടി ഇൻഷാ അല്ലാഹ് നാളെ എത്തിച്ചേരണമെന്ന് സാന്ദർഭികമായി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഉമ്മ ബാപ്പമാർ, ഉസ്താദുമാർ, നമ്മുടെ ഭാര്യ മക്കൾ, കൂട്ടുകുടുംബക്കാർ, നമുക്ക് വേണ്ടപ്പെട്ടവർ എല്ലാവർക്കും അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ എന്ന ദുആയോടുകൂടി ഇൻഷാ അല്ലാഹ് പിന്നെ നടത്തുന്ന മജ്‌ലിസിനോട് നാളെ മഗ്‌രിബിന് ശേഷം ഈ വേദിയിൽ വെച്ച് നടക്കുന്നതാണ്. ഉമ്മമാർക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എല്ലാ മാസവും മജ്‌ലിസിനോട് പ്രത്യേകം നിയത്ത് വെച്ച് വരുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ വഴങ്ങുന്നതിന് മുമ്പായി വേദിയിൽ മജ്‌ലിസിനോടുണ്ടായിരിക്കും. അതിലും എല്ലാവരും സംബന്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ಈ ಒಂದು ಕಾರ್ಯಕ್ರಮವನ್ನು ಉದ್ಘಾಟಿಸಿ ನಮಗೆ ಬೇಕಾದ ರೀತಿಯಲ್ಲಿ ಉಪದೇಶವನ್ನು ನೀಡಿದಂಥ ನಮ್ಮ ಜಮಾಯತಿನ ಖತೀಬರಾದಂಥ ನঈಂ ಫೈಜಿ ಉಸ್ತಾದರವರುಗಳಿಗೆ ನಮ್ಮ ಮುಹಿದ್ದೀನ್ ರಿಫಾಯಿ ದಪ್ಪು ಅಸೋಸಿಯೇಷನ್ ವತಿಯಿಂದ ಅನಂತ ಧನ್ಯವಾದಗಳು. ಮುಂದೆ ಚುಟುಕಾಗಿ ನಮ್ಮ ಸೆಂಟ್ಯಾರ್ ಚಾರಿಟೇಬಲ್ ಟ್ರಸ್ಟ್ನ ಅಧ್ಯಕ್ಷರಾದ ಅಸ್ರಫ್ ಹಾಜಿ ಸೆಂಟ್ಯಾರ್ ಅವರು ಮಾತಾಡಬೇಕು ಅಂತೇಳಿ ವಿನಂತಿ ಮಾಡುತ್ತಾ, ಮುಂದೆ ನಮ್ಮ ಊಟಕ್ಕೆ ಯಾರಾದರೂ ಬಾಕಿ ಇದ್ದಲ್ಲಿ ದಯವಿಟ್ಟು ಊಟ ಮಾಡಿಕೊಳ್ಳಿ. ಮುಂದೆ ದಪ್ಪು ಸ್ಪರ್ಧಾ ಕಾರ್ಯಕ್ರಮ ನಡೆಯಲಿಕ್ಕಿದೆ. ಮುಹಿದ್ದೀನ್ ರಿಫಾಯಿ ದಫ್ ಅಸೋಸಿಯೇಷನ್ ಪೇರಡ್ಕ ಇದರ ವತಿಯಿಂದ ನಡೆಯುವ ಒಂದು ದಿನದ ದಫ್ ಕಾರ್ಯಕ್ರಮದ ವೇದಿಕೆಯಲ್ಲಿ ಆಗಿರತಕ್ಕಂಥ ಎಲ್ಲ ಗಣ್ಯಾತಿ ಗಣ್ಯರೇ, ವೇದಿಕೆ ಮುಂಭಾಗದಲ್ಲಿರುವ ಎಲ್ಲ ಸಹೋದರ ಸಹೋದರಿಯರೇ, ಪ್ರತಿ ವರ್ಷ ನಡೆಯುವಂತಹ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಕಳೆದ ವರ್ಷ ರಾಜ್ಯ ಮಟ್ಟದ ದಫ್ ಸ್ಪರ್ಧೆ ನಡೆಯಿತು. ಈ ವರ್ಷ ಸ್ವಲ್ಪ ಕೆಳಗೆ ಬಂದು ತಾಲೂಕು ಮಟ್ಟದ ದಫ್ ಸ್ಪರ್ಧೆ ನಡೆಯಿತು. ಆದರೆ ಪ್ರತಿ ವರ್ಷ ನಡೆಯುವಂತೆ ಈ ವರ್ಷ ಸ್ವಲ್ಪ ಜನರಲ್ಲಿ ಸ್ವಲ್ಪ ಹಣದ ಕೊರತೆ ಇದ್ದ ಕಾರಣ ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ಸ್ವಲ್ಪ ಚುಟುಕಾಗಿ ಮಾಡುವಂಥ ಸಂದರ್ಭ ನಮ್ಮ ಇಲ್ಲಿ ನಡೆಯಿತು. ಇನ್ನು ಮುಂದೆಯೂ ಇಂಥ ಕಾರ್ಯಕ್ರಮ ನಮ್ಮ ಗ್ರಾಮದಲ್ಲಿ ನಡೆಯುವಂತಾಗಲಿ, ಇಂಥ ಕಾರ್ಯಕ್ರಮದಿಂದ ಎಲ್ಲ ಜನರಿಗೆ ಉಪಯುಕ್ತವಾಗಲಿ ಎಂದು ಹಾರೈಸುತ್ತಾ ನಮ್ಮನ್ನು ಮಾತನಾಡಲು ಅವಕಾಶ ಮಾಡಿಕೊಟ್ಟ ಎಲ್ಲ ಅತಿಥಿ ವೃಂದವರಿಗೆ ಧನ್ಯವಾದಗಳು ತಿಳಿಸುತ್ತಾ ನನ್ನ ಈ ಚುಟುಕು ಮಾತನ್ನು ಕೊನೆಗೊಳಿಸ್ತೇನೆ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ. ಈಗಾಗಲೇ ವೇದಿಕೆಯಲ್ಲಿ ನಮ್ಮನ್ನು ಉದ್ದೇಶಿಸಿ ಮಾತನಾಡಿದ ಅಸ್ರಫ್ ಸೆಂಟರ್ ಅವರಿಗೆ ಧನ್ಯವಾದಗಳು. ಮುಹಿದ್ದೀನ್ ರಿಫಾಯಿ ದಫ್ ಅಸೋಸಿಯೇಷನ್ ಇದರ ಉದ್ದೇಶ ಸ್ಥಳೀಯ ತಾಲೂಕು ಮಟ್ಟದ ಪ್ರತಿಭೆಗಳನ್ನು ಪ್ರೋತ್ಸಾಹಿಸಬೇಕು. ನಮ್ಮೂರಿನ ದಫ್ ಕಲೆಯನ್ನು ಉಳಿಸಿ ಬೆಳೆಸುವಲ್ಲಿ ನಾವು ನಮ್ಮ ಪ್ರಾಮಾಣಿಕ ಪ್ರಯತ್ನವನ್ನು ಮಾಡಿದ್ದೇವೆ. ನಮ್ಮೂರಿನಲ್ಲಿರುವಂತಹ ಪುಟಾಣಿ ಮಕ್ಕಳನ್ನು ಉಳಿಸಿ ಬೆಳೆಸುವುದರ ಮೂಲಕ ನಮ್ಮ ತಾಲೂಕಿನಲ್ಲಿರುವ ಪ್ರತಿಭೆಗಳನ್ನು ಮೇಲೆ ತರಬೇಕು. ದಫ್ ಕಲೆಯನ್ನು ಒಂದು ಜೀವಂತವಾಗಿ ಇಟ್ಟುಕೊಳ್ಳಬೇಕು ಅಂತ ಹೇಳುವಂತಹ ದೃಷ್ಟಿಯಲ್ಲಿ ನಾವು ಈ ಒಂದು ಕಾರ್ಯಕ್ರಮವನ್ನು ಆಯೋಜಿಸಿದ್ದೇವೆ. ನಮ್ಮ 47ನೇ ವರ್ಷದ ಈ ಕಾರ್ಯಕ್ರಮ ಇನ್ನು 2 ವರ್ಷಗಳ ಕಾಲ ನಮ್ಮ ಸುವರ್ಣ ಮಹೋತ್ಸವದ ಕಾರ್ಯಕ್ರಮ ನಾವು ನಿರಂತರವಾಗಿ ನಡೆಸ್ತಾ ಇದ್ದೇವೆ. ಮುಂದೆ ತಮ್ಮೆಲ್ಲರ ಸಹಕಾರದಿಂದ ಸುಳ್ಯದಲ್ಲಿ
ರಾಷ್ಟ್ರೀಯ ಮಟ್ಟದ ದಪ್ಪು ಸ್ಪರ್ಧಾ ಕಾರ್ಯಕ್ರಮವನ್ನು ನಾವು ಆಯೋಜಿಸಿದ್ದೇವೆ. ಈ ಒಂದು ಸುಂದರ ಕ್ಷಣಗಳಿಗಾಗಿ ತಾವೆಲ್ಲರೂ ನಮ್ಮ ಜೊತೆ ಕೈ ಜೋಡಿಸಬೇಕು. ನಮ್ಮ ಈ ಕಾರ್ಯಕ್ರಮದ ಹಿಂದೆ ಮುಂದೆ ನಿಂತು ಸಹಕರಿಸಿದಂತ ನಮ್ಮೆಲ್ಲ ಯುವಕ ಮಿತ್ರರು, ವಿಶೇಷವಾಗಿ ನಮ್ಮ ಕಲ್ಲುಗುಂಡಿ ಜಮಾಯತಿನ ಸದಸ್ಯರುಗಳು, ಅಲ್ಲಿಯ ವರ್ತಕರುಗಳು ನಮ್ಮನ್ನು ವಿಶೇಷವಾಗಿ ಪ್ರೋತ್ಸಾಹಿಸಿದ್ದಾರೆ. ನಿಜಕ್ಕೂ ಅವಿಸ್ಮರಣೀಯ. ಅದರ ಜೊತೆಯಲ್ಲಿ ಸುಳ್ಯ ಹಾಗೂ ಆಸುಪಾಸಿನ ನಮ್ಮೂರಿನ ಎಲ್ಲ ಯುವಕ ಮಿತ್ರರು ನಮ್ಮ ಜೊತೆ ಕೈ ಜೋಡಿಸಿದ್ದಾರೆ. ಅತ್ಯಲ್ಪ ಅವಧಿಯಲ್ಲಿ ಈ ಒಂದು ವೇದಿಕೆಯನ್ನು ಸಜ್ಜುಗೊಳಿಸಲಿಕ್ಕೂ ಕೂಡ ನಮ್ಮ ಜೊತೆಯಾಗಿ ನಮ್ಮ ಯುವಕ ಮಿತ್ರರು ನಿಂತಿದ್ದಾರೆ. ಬಹಳಷ್ಟು ಸಂತೋಷದ ವಿಚಾರ. ಮುಂದಿನ ದಿನಗಳಲ್ಲಿ ವೇದಿಕೆ ಸಂಪೂರ್ಣವಾಗಿ ರೂಪುಗೊಳ್ಳಬೇಕಾಗಿದೆ. ಆ ನಿಟ್ಟಿನಲ್ಲಿ ಸುಮಾರು 1 ಲಕ್ಷ ರೂಪಾಯಿ ಈ ವೇದಿಕೆಗೆ ವೆಚ್ಚ ತಗುತ್ತದೆ. ನಿಮ್ಮೆಲ್ಲರ ಸಹಕಾರ ನಮ್ಮ ಜೊತೆ ಇರಲಿ. ನಮ್ಮ ಮುಂದಿನ ಕಾರ್ಯಕ್ರಮ ಇದೇ ವೇದಿಕೆಯಲ್ಲಿ ಸುಂದರವಾಗಿ ಬರುವ ವರ್ಷವೂ ಕೂಡ ಮೂಡಿ ಬರಲಿ. ನಮ್ಮ ಸಮಿತಿಯ ಉದ್ದೇಶ ಇಷ್ಟೇ, ನಮ್ಮ ತಾಲೂಕಿನ, ನಮ್ಮ ಊರಿನ, ನಮ್ಮ ಜಮಾಯತಿನ ಪ್ರತಿಭೆಗಳು ಈ ವೇದಿಕೆಯ ಮೂಲಕ ಮೂಡಿ ಬರಬೇಕು ಅಂತ ದೃಷ್ಟಿಯಲ್ಲಿ ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ಆಯೋಜಿಸಿದ್ದೇವೆ. ಈ ಸ್ಪರ್ಧೆಗೆ ಈಗಾಗಲೇ 3 ತಂಡಗಳು ಹೆಸರು ನೋಂದಾಯಿಸಿದೆ. ಈಗಾಗಲೇ ನಮ್ಮ ಕಾರ್ಯಕ್ರಮದ ಸಂಪೂರ್ಣ ವಿವರವನ್ನು ನಮ್ಮ ಮುಂದಿರತಕ್ಕಂಥ ತೀರ್ಪುಗಾರರು ನೀಡ್ತಾರೆ. ಅದರ ನಂತರ ನಮ್ಮೆಲ್ಲರ ನಿರೀಕ್ಷೆಯ ದೇರಳಕಟ್ಟೆಯ ದಪ್ಪು ತಂಡ ಕೊನೆಯದಾಗಿ ದಪ್ಪು ಪ್ರದರ್ಶನ, ಅದ್ಭುತ ರೋಮಾಂಚನ, ಅತ್ಯಂತ ಮೈ ನವಿರೇಳಿಸುವಂತ ಪ್ರದರ್ಶನ ಇದೇ ವೇದಿಕೆಯಲ್ಲಿ ಮೂಡಿ ಬರಲಿದೆ. ಎಲ್ಲ ಬಂದಿರತಕ್ಕಂತ ಸಹೋದರಿ ಬಾಂಧವರು ನಮ್ಮ ಕಾರ್ಯಕ್ರಮದ ಯಶಸ್ವಿನಲ್ಲಿ ಸಹಕರಿಸಬೇಕು. ನಿಮಗಾಗಿ ನಮ್ಮೂರಿನ, ಪರವೂರಿನ, ನಮ್ಮ ನೆರೆ ಊರಿನ ಎಲ್ಲರೂ ಸಹಕಾರ ನೀಡಿ ಈ ಒಂದು ಭೋಜನ ವ್ಯವಸ್ಥೆಯನ್ನು ನಾವಿಲ್ಲಿ ಮಾಡಿದ್ದೇವೆ. ನಮ್ಮ ಭೋಜನ ವ್ಯವಸ್ಥೆ ಹಿಂದೆ ಕಲ್ಲುಗುಂಡಿ ಜಮಾಯತಿನ ಅಧ್ಯಕ್ಷರಾದ ಆಲಿಯಾಜಿ ಇರ್ಬೋದು, ಅಬ್ಬಾಸ್ ಕೆಕೆ ಇರ್ಬೋದು, ಅದೇ ರೀತಿ ರಫೀಕ್ ಪ್ರಗತಿ ಇರ್ಬೋದು, ರಫೀಕ್ ಕರಾವಳಿ ಇರ್ಬೋದು, ಬದ್ರಿಯಾ ಇರ್ಸಾಲ್ ಇರ್ಬೋದು, ಇವರೆಲ್ಲರ ಸಹಕಾರ ಇದೆ. ಆ ನಿಟ್ಟಿನಲ್ಲಿ ನಾವೆಲ್ಲರೂ ಅವರನ್ನು ಮತ್ತೊಮ್ಮೆ ಸ್ಮರಿಸಿಕೊಂಡು ನಮ್ಮ ಕಾರ್ಯಕ್ರಮದ ಹಿಂದೆ ಮುಂದೆ ನಿಂತು ಸಹಕರಿಸಿದ ಎಲ್ಲ ಜಮಾಯತರನ್ನು, ಪರವೂರಿನ ಜಮಾಯತರನ್ನು, ನಮ್ಮ ಯುವಕ ಮಿತ್ರರನ್ನು ಮತ್ತೊಮ್ಮೆ ನೆನಪಿಸಿಕೊಳ್ತಾ ಈ ಒಂದು ಕಾರ್ಯಕ್ರಮವನ್ನು ಈ ವೇದಿಕೆಯಲ್ಲಿರತಕ್ಕಂಥ ಎಲ್ಲರಿಗೂ ಒಂದೇ ಮಾತಿನಲ್ಲಿ ಚುಟುಕಾಗಿ ಅಭಿನಂದನೆಗಳನ್ನು ಸಲ್ಲಿಸ್ತಾ ಈ ಮುಂದಿನ ದಪ್ಪು ಕಾರ್ಯಕ್ರಮವನ್ನು ನಡೆಸಿಕೊಡ್ಲಿಕ್ಕಾಗಿ ನಮ್ಮ ತೀರ್ಪುಗಾರರನ್ನು ಆಹ್ವಾನಿಸ್ತಾ ಇದ್ದೇನೆ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ.